അല്ല മറ്റന്നെയാണ് ചിന്നു ഒന്ന് നാളെ അല്ലേ ആടി ഇറതി നമ്മള് വീടൊക്കെ വൃത്തിയാക്കാൻ പ്ലാൻ ചെയ്തിരുന്നല്ലേ. അയ്യോ നാളെ വർക്കിംഗ് ഡേ അല്ലേടാ, ഞാൻ ഉച്ചയ്ക്ക് ഞാൻ ഓഫീസിലും പോവല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ന് തന്നെ തുടങ്ങാൻ പരിപാടി. ഇനിയിപ്പോ സമയം മണി 3 നോക്കിക്കൊണ്ടിരുന്ന പിന്നെ അതിനെ സമയമുള്ളൂ. ഒരു കാര്യം ചെയ്യും, നീ ആദ്യം പോയി തുണി നനച്ചത്. ഒരു കാര്യം ചെയ്യാം, നീ ആദ്യം പോയി നനച്ചു വെച്ച തുണി മോളിൽ എടുത്തോണ്ടോ. അങ്ങനെ നീ ഒരു കാര്യം ചെയ്യാം, നനച്ച് വച്ചിരിക്കുന്ന തുണി ഉണങ്ങിയ തുണിയെല്ലാം മടക്കി. ഒരു കാര്യം ചെയ്യുന്ന അപ്പൊ ഈ ജനലെല്ലാം തുടച്ച് തറയൊക്കെ തുടച്ചിട്ട് അപ്പഴത്തേക്ക് അതിനായിട്ട് നീ ആദ്യം പോയി ബാത്റൂം കഴുകും. എടാ ഫാനൊക്കെ നിറച്ചു പൊടി, നീ പാത്തോടാ. ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന ഇവിടെ പറഞ്ഞോണ്ടിരിക്കുള്ളൂ. ഈ ഒരു കാര്യം ചെയ്യാം, അങ്ങനെ പറ, അങ്ങനെ ഇറങ്ങി പരിപാടി തുടങ്ങാം. ഓക്കെ തേക്കല്ല ഇടയ്ക്ക് വെച്ച്. ഇല്ല നീ തേക്കായിരുന്നു. ഇന്ന് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുകയും ചെയ്തു, പക്ഷെ ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, യൂട്യൂബിൽ കുറച്ച് ക്ലീനിങ് വീഡിയോസ് കണ്ടു, മോട്ടിവേറ്റഡ് ആയിട്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ എളുപ്പമൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഹലോ, അപ്പോൾ നമ്മുടെ ഇറ്റ്സ് മീ ഗോബു ചിന്തുവിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കർക്കിടകം 31, അതായത് നാളെ നമ്മൾ ഐശ്വര്യമായിട്ട് ചിങ്ങപ്പുലരിയെ വരവേൽക്കാൻ പോവുകയാണല്ലേ. അപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് കുഞ്ഞിലെ തൊട്ടേ കണ്ടു വളർന്നൊരു കാര്യമാണ്, ചിങ്ങം വരുന്നതിന് തൊട്ട് തലേന്ന് കർക്കിടക മാസം അവസാനം വീട് ഫുള്ള് ക്ലീൻ ചെയ്യുന്നത്. ആടി അറുതി എന്നാണ് നമ്മളവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയും വർഷവും നമ്മളത് മുടങ്ങാതെ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മളിത് മലപ്പുറത്ത് വാടക വീട്ടിലാണെങ്കിലും അത് മുടക്കാൻ മനസ്സനുവദിച്ചില്ല. മാത്രമല്ല ഓൾറെഡി നമ്മൾക്ക് വീട് മൊത്തം അലങ്കോലമായി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് കുഞ്ഞാവിനെയും വെച്ചും കൊണ്ട് അവനെ നോക്കണം, പിന്നെ കുക്ക് ചെയ്യണം, അങ്ങനെ എല്ലാം കൂടെ നടക്കുന്നില്ല. അപ്പോൾ എനിക്ക് ക്ലീനിങ് ഒന്നും നടക്കുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ നാളെ ആവട്ടെ പെൻഡിങ് ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ എന്തായിരുന്നാലും ആടി അറുതിക്ക് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാമല്ലോ എന്നൊരു സമാധാനത്തിലായിരുന്നു വെയിറ്റിംഗ്. അതാണ് നിങ്ങൾ വീട് ആദ്യം കണ്ടപ്പോൾ ആ ഒരു കോലത്തിലിരുന്നത് കേട്ടോ. പിന്നെ കുഞ്ഞാവെ അവനെ കളിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളൊക്കെ അപ്പോഴപ്പോഴൊക്കെ കിട്ടണതൊക്കെ വാരി ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് അലങ്കോലാകുന്നത്. പിന്നെ എപ്പോഴും മുകളിൽ നിന്ന് നനച്ച തുണികളൊക്കെ കൊണ്ട് ഇവിടെ ഈ ഒരു ബെഡിലാണ്, നമ്മൾ ഈ ബെഡ് യൂസ് ചെയ്യാറില്ലല്ലോ, അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് വയ്ക്കും. മടക്കി സൗകര്യം കിട്ടുമ്പോഴേക്കും മടക്കി വയ്ക്കാറുണ്ട്. പിന്നെയും നനച്ചത് കൊണ്ടിടുമ്പോഴാണ് വീണ്ടും കൂടി വരുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ അത് ഫുള്ള് നനച്ച് ഇതെല്ലാം മടക്കി അലമാര ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അലമാര കുറച്ചൊക്കെ ഒന്ന് ഷഫിളായിട്ടൊക്കെ കിടന്നു. അപ്പോൾ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സ്ഥലത്തും ഇതുപോലത്തെ ആചാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ എന്തായിരുന്നാലും ഇങ്ങനെ ഒരു സംഭവം, എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. പണ്ടോട്ടേ നമ്മളുടെ വീട്ടിൽ ചെയ്തു വരുന്ന ആ ഒരു ശീലം അത്രയേ ഉള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഇത്രയേ ഉള്ളൂ. നമ്മളെ വീട്ടിലുള്ള കംപ്ലീറ്റ് നെഗറ്റീവ് എനർജി, ചേട്ടാന്ന് പറയുമല്ലോ, മൂദേവി എന്നൊക്കെ പറയും, അതിനെ പുറത്താക്കിയ ശേഷം നമ്മൾ ഭഗവതി, അതായത് പോസിറ്റീവ് എനർജീനെ വീട്ടിൽ കൊണ്ടിരുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബാക്കിലുള്ള ഒരു ലക്ഷ്യം. അത്രയേ ഉള്ളൂ. പിന്നെ കർക്കിടകം എന്ന് പറയുന്നതേ ഒരു പഞ്ഞമാസമാണല്ലോ, പണ്ട് അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്, പഞ്ഞമാസം എന്നൊക്കെ. അപ്പോൾ അപ്പോഴാ പഞ്ഞമാസത്തിലുണ്ടാകുന്ന ദുഃഖവും വിഷമവും കഷ്ടപ്പാടും ഒക്കെ മാറ്റി ഐശ്വര്യവും നിറവും സമൃദ്ധിയും ഒക്കെ നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം ഇത്. എനിക്കറിയില്ല എൻ്റെ ബാക്കിലുള്ള കഥകൾ എന്താണെന്നുള്ളത്. പണ്ടോട്ടേ ക്ലീൻ ചെയ്ത് ശീലിച്ച് വരുന്നു, അതുപോലെ അങ്ങ് പിന്തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ നിന്നപ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ സ്റ്റോറി ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി, പക്ഷേ ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ പിന്നെ സ്റ്റോറി സെർച്ച് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും കുറേ വൈകും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഓൾറെഡി 12 മണിയാവാറായി. ഇത് മിക്കവാറും ചിങ്ങത്തിന് തന്നെയായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്.
അപ്പോൾ ഈ മുറി എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നതല്ല കേട്ടോ. ഇവിടെ നമ്മൾ കുഞ്ഞാവയുടെ കളിപ്പാട്ടങ്ങളും ഡ്രസ്സുകളും നനച്ചത് പിന്നെ അങ്ങനെയൊക്കെ എല്ലാം കൂടെ വാരിക്കൂട്ടിക്കൊണ്ടിടുന്ന ഡ്രസ്സാണ്. അങ്ങനെ എല്ലാം കൂടെ ആകെ അലങ്കോലായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാം ഈ റൂം ഫസ്റ്റ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എല്ലാം ഒതുക്കി പറക്കി ജനലൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ്. അപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പം നിങ്ങൾ കുറച്ച് പേരുടെയെങ്കിലും മനസ്സിൽ രണ്ടുപേരും ഒന്നിച്ച് ജോലിയാന്ന് പറഞ്ഞിട്ട് മറ്റേ ആൾ എവിടെ നിന്നായിരിക്കും ചിന്തിക്കുന്നത്. മറ്റേ ആൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കിടന്നുറങ്ങുകയാണ് കേട്ടോ. കാരണം ചേട്ടന് രാവിലെ ഓഗസ്റ്റ് 15 അപ്പോൾ രാവിലെ പതാക ഉയർത്താൻ ഓഫീസിൽ പോകണമായിരുന്നു. അത് കഴിഞ്ഞ് അവർക്ക് ക്യാൻവാസിങ്ങിന് പുറത്തിറങ്ങണമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കാണ് വന്നത്. അപ്പോൾ ഞാൻ പകലൊക്കെ ഒന്ന് നല്ല അത്യാവശ്യം കിടന്നുറങ്ങി റെസ്റ്റൊക്കെ എടുത്തുകൊണ്ട് ഞാൻ ചേട്ടൻ്റെ അടുത്ത് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിക്കോ, ഞാൻ ഇങ്ങനത്തെ സിമ്പിൾ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഹെവി വർക്ക് വരുമ്പോഴത്തേക്കും വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ കിടന്നുറങ്ങിയതാണ് കുഞ്ഞാവേനെയും വെച്ചുകൊണ്ട്. പക്ഷേ കുഞ്ഞാവ് ഉറങ്ങാൻ സമ്മതിച്ചില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവ എണീറ്റു. പിന്നെ ചേട്ടൻ അവനെ നോക്കിക്കൊണ്ടിരിക്കേണ്ടി വന്നു. ആ സമയം കൊണ്ട് ഞാൻ ഈ മുറിയിൽ ഏകദേശം കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ഈ മുറിയിലെ ഏകദേശ സാധനങ്ങളൊക്കെ ഒതുക്കി പറക്കി. പിന്നെ അലമാര അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ നല്ല പൊടി അടിക്കാറുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുന്നത് ഇവിടെ ഇങ്ങനെ വലിയ മെയിൻ റോഡൊന്നും അല്ല. പിന്നെ എന്താണ് ഫുൾ സമയവും ഞാൻ ജനലൊന്നും അങ്ങനെ തുറന്നിടാറേ ഇല്ല. കാരണം ഇത് നമ്മൾ ജനൽ തുറന്നു കഴിഞ്ഞാൽ നേരെ മുൻവശമാണ് കാണുന്നത്. അതുകൊണ്ട് ഈ ജനലൊന്നും അധികം തുറക്കാറ് പോലുമില്ല. പിന്നെ എങ്ങനെയാണ് ഇത്രയും പൊടിയൊക്കെ വരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഫുള്ള് ജനലിനകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ നന്നായിട്ട് തുടച്ചെടുത്തു. നമ്മൾ വാടക വീടല്ലേ, പിന്നെ ഇവിടെ എന്ത് ചെയ്യാൻ, അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എവിടെ നിൽക്കുന്നോ അവിടെ നമുക്ക് ഐശ്വര്യം വരണം. ഞാൻ എന്നും ഇങ്ങനെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി നീറ്റാക്കി എപ്പോഴും നീറ്റാക്കിയൊന്നും ഇടാറില്ലെങ്കിലും എനിക്ക് ഇങ്ങനത്തെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചടങ്ങുകൾ അല്ലെങ്കിൽ ആചാരങ്ങൾ അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ വരുമ്പോഴത്തേക്കും എനിക്കത് പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇപ്പോൾ ഓണമായിരുന്നാലും വിഷുവാണ്, പൂജ വയ്പ്പാണെങ്കിലും എല്ലാ കാര്യങ്ങളും അത്രയും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഡെയിലി നിത്യജീവിതത്തിൽ ഇതൊക്കെ ഇങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഒന്നും ഞാൻ ക്ലീൻ ചെയ്യാറില്ല. എന്നാലും അത്യാവശ്യം ക്ലീൻ ചെയ്തൊക്കെ തന്നെയാണ് വയ്ക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ അതൊന്നും പോസിബിൾ അല്ല. കാരണം കുഞ്ഞാവേനെ ഇങ്ങനെ കളിപ്പിക്കാനും എടുക്കാനുമായിട്ടൊക്കെ എപ്പോഴും ഇങ്ങനെ സാധനങ്ങളൊക്കെ വലിച്ചു വാരി എപ്പം നോക്കിയാലും ആകെ അലങ്കോലമായിട്ടേ കിടക്കത്തുള്ളൂ. എന്നാലും നമ്മൾ ഒതുക്കാറുണ്ട്. പറ്റുന്ന അത്രയും ഞാനും ചേട്ടനും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു മേക്കപ്പ് ബോക്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. ഇത് കണക്ക് തന്നെയാണ്. കുഞ്ഞാവ് ചുമ്മാ ബഹളം വയ്ക്കുമ്പോഴത്തേക്കും അവന് സമാധാനിപ്പിക്കുക ഇതിൽ നിന്നായിരിക്കും അപ്പോഴപ്പോഴും ഓരോരോ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചേട്ടൻ ആ സമയത്ത് ഓഫീസ് വരെ ഒന്ന് പോയി. അതായത് 5 മണിയായപ്പോഴത്തേക്കും പതാക താഴ്ത്തണമല്ലോ. അപ്പോൾ അതിനായിട്ട് പോയപ്പോഴത്തേക്കും കുഞ്ഞാവെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയി. അപ്പോൾ ഞാൻ അവനെയും കൂടെ വെച്ചുകൊണ്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ സമ്മതിക്കുന്നില്ല കേട്ടോ. ഭയങ്കര ബഹളമാണ്. ഞാൻ ഈ ഒതുക്കി വയ്ക്കുന്നതിനെല്ലാം പിടിച്ച് വലിച്ച് ഭയങ്കര ബഹളം. അപ്പോൾ എന്നെ ഒന്നും ഒതുക്കാൻ സമ്മതിക്കില്ല. പിന്നെ ഞാൻ അവനെ എടുത്ത് വെച്ചിട്ട് കുറച്ച് ഡാൻസൊക്കെ ഇങ്ങനെ അവനെ വെച്ച് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ് അവനെയും കളിപ്പിച്ച്. പിന്നെ ഇനി നടന്നില്ല. പിന്നെ ഞാൻ ചിന്തുചേട്ടൻ വരുന്നതും വെയിറ്റ് ചെയ്ത് കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോഴത്തേക്കും ചേട്ടൻ എത്തി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ബാക്കി കാര്യങ്ങളും കൂടെ അത് സെറ്റ് ചെയ്തു. അവിടുത്തെ ഒരു ഡ്രസ്സിങ് ടേബിൾ ഫുള്ളും അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോൾ ഇങ്ങനെ ആടി ഇറത്തി വരികയാണ്, ക്ലീൻ ചെയ്യണമല്ലോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ എന്ത് ക്ലീൻ ചെയ്യാൻ വലുതായിട്ടൊന്നും ഇല്ലല്ലോ, അങ്ങനെ വിചാരിച്ചു. വലിയ ഫർണിച്ചേഴ്സൊന്നും അങ്ങനെ ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ക്ലീൻ ചെയ്ത് തുടങ്ങിയപ്പോൾ എൻ്റെ ഭഗവാനെ ഒന്നും പറയണ്ട, നല്ല പണിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ടുള്ള പണികളൊക്കെ കഴിഞ്ഞ ശേഷം ഒന്ന് ടീ ബ്രേക്ക് എടുത്തു. അപ്പോൾ ചേട്ടൻ ചായയൊക്കെ ഇട്ട് തന്നു കേട്ടോ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ചേട്ടൻ ചായ ഇട്ടു. ആ സമയം നമ്മൾ ചായയും ഒരു മീറ്ററോളൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞത് ചേട്ടൻ ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ചേട്ടൻ ഫസ്റ്റ് ഇങ്ങനെ എല്ലാ മുറിയിലും ഫാനൊക്കെ ഒന്ന് തുടയ്ക്കുകയാണ്. ഈ സമയം കുഞ്ഞാവയ്ക്ക് നമ്മളിങ്ങനെ ഇരിക്കാൻ വേണ്ടി ഒരു ചെയർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതിലിരുത്തി അവൻ എന്തെങ്കിലുമൊക്കെ കളിക്കാനൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് ഇത് പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് ഞാൻ കുഞ്ഞാവയ്ക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വൈകിട്ടായപ്പോഴത്തേക്കും. അത് ചേട്ടൻ ഫ്രണ്ട് ഡോറൊക്കെ തുടച്ചു. പിന്നെ നമ്മൾ വിളക്ക് വെച്ചിരിക്കുന്ന ആ ഒരു ജനലിൻ്റെ അവിടെയൊക്കെ ഒന്ന് തുടച്ചു വൃത്തിയാക്കി. ഫുൾ ജനൽ ചേട്ടൻ തുടച്ചു. പിന്നെ ബാക്കി കാണുമ്പം ഞാനിത് നല്ല സ്പീഡ് കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. കാണുമ്പോൾ എന്ത് രസം, ചടപടയെന്നും പറഞ്ഞ കാര്യങ്ങൾ. പക്ഷേ ഇത് ചെയ്ത സമയം എൻ്റെ ഭഗവാനെ 3 മണി തൊട്ട് ഉച്ചയ്ക്ക് 3 മണി തൊട്ട് രാത്രി 1 മണി വരെ കണ്ടിന്യൂസ് വർക്കായിരുന്നു. 1 മണി വരെ അല്ല, 12 മണി വരെ. പിന്നെ നമ്മൾ കുളിച്ച് കിടന്നുറങ്ങിയപ്പോൾ 1 മണിയായി. അപ്പോൾ നമ്മുടെ അടുക്കളയിലെ ഷെൽഫ് നമ്മൾ വന്ന സമയത്ത് ഞാൻ ഫുള്ള് തുടച്ച് പുതിയ ന്യൂസ് പേപ്പർ വിരിച്ച് അടുക്കി സെറ്റ് ചെയ്ത് വെച്ച സാധനമാണ്.
2 മാസം ആയതേ ഉള്ളൂ. ന്യൂസ് പേപ്പറെല്ലാം നമ്മളെപ്പോഴും പാത്രം കഴുകിയിട്ട് ആ വെള്ളം അങ്ങനെ ഡ്രൈ ആവില്ലല്ലോ. ജസ്റ്റ് ആ വെള്ളം ഒന്ന് കുടഞ്ഞ് കമഴ്ത്തി വയ്ക്കുമ്പോൾ വെള്ളം വീണ് ന്യൂസ് പേപ്പറൊക്കെ ആകെ മോശമായി ഒരുമാതിരി ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ ന്യൂസ് പേപ്പറൊക്കെ ഇളക്കി മാറ്റി പിന്നെ ന്യൂസ് പേപ്പർ വിരിച്ച ശേഷം അതിൻ്റെ മുകളിൽ ഞാനൊരു പ്ലാസ്റ്റിക് കവറൂടെ വിരിച്ച ശേഷമാണ് പാത്രങ്ങളൊക്കെ അടുക്കിയത്. കാരണം എപ്പോഴും ഇത് കണക്ക് ന്യൂസ് പേപ്പറൊക്കെ മാറ്റുക എന്ന് പറയുന്നത് പോസിബിൾ അല്ലല്ലോ. മറ്റേ പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ അത്രയും വൃത്തിയിടാവില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ആ പ്ലാസ്റ്റിക് കവർ മാറ്റാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യാത്തത് നമ്മൾ വല്ലപ്പോഴെങ്കിലൊക്കെ ക്ലീൻ ചെയ്യണം കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്കൊന്നിനും സമയം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ കാണുന്നുണ്ട് ഫ്രിഡ്ജൊക്കെ അലങ്കോലമായി ഇരിക്കുന്നതൊക്കെ എനിക്കറിയാം, കാണാം. പക്ഷേ ഇത് ക്ലീൻ ചെയ്യാൻ സമയമില്ലായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഇതിപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് സമയം കണ്ടെത്തി ചെയ്യുന്നതാണ്. പിന്നെ ഭാഗ്യത്തിന് കുഞ്ഞാവ് കുറേ നേരം അങ്ങ് ഉറങ്ങിത്തന്നു. ആ സമയം കൊണ്ട് ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നു. ചേട്ടൻ അടുത്ത റൂമിലെ ജനലൊക്കെ ഇങ്ങനെ തുടയ്ക്കുകയാണേ. ഈ മുറിയിൽ ഫാനിലും ശരിക്കും പൊടിയുണ്ടായിരുന്നു. ഈ ഫാനിലൊക്കെ പൊടി എവിടെ നിന്ന് വരുന്നതെന്ന് അറിയില്ല. കാരണം ഈ ഫ്ലാറ്റ് പുതിയതാണ് കേട്ടോ. കാരണം ഫസ്റ്റ് ഈ ഫ്ലാറ്റിൽ താമസക്കാർ നമ്മളാണ്. പക്ഷേ ഇതെങ്ങനെ ഇങ്ങനെ പൊടിയടിച്ചു 2 മാസം കൊണ്ടൊന്നും നമുക്കും അറിയില്ല. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ പാത്രം കഴുകലിലോട്ട് കയറി. അപ്പോൾ നമ്മൾ ഉച്ച തൊട്ടേ പണിയായത് കാരണം ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചതും വൈകിട്ട് ചായ ഇട്ടതും പിന്നെ കുഞ്ഞാവയ്ക്ക് ഫുഡ് അടിച്ചതും മിക്സിയും അങ്ങനെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പറഞ്ഞ പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി. എത്ര കഴിയാലും തീരാത്തൊരു സാധനമാണ് ഈ പാത്രം. ഇതൊക്കെ ഒരു അക്ഷയ പാത്രമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു ദിവസം എത്ര പ്രാവശ്യം പാത്രം കഴുകണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കഴുകി മടുത്തു. അങ്ങനെ പാത്രമൊക്കെ ഒരുവിധം കഴുകി അടുക്കളയിൽ ഒന്ന് സെറ്റ് ചെയ്തു. ഇപ്പം തന്നെ പകുതി ആശ്വാസം. അപ്പം ഞാൻ മിക്സി എന്ത് ചെയ്തു, ജസ്റ്റ് തുടച്ച് കഴിഞ്ഞപ്പോഴത്തേന് തൃപ്തി വന്നില്ല കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഞാൻ അരിയൊക്കെ അരയ്ക്കാറുണ്ട്, മാവൊക്കെ അരച്ച് വയ്ക്കാറുണ്ട്. അപ്പോൾ ഈ മാവൊക്കെ തെറിച്ച് മിക്സി ഒരുമാതിരി ഇരുന്നുകൊണ്ട് മിക്സിയൊക്കെ ഞാൻ പിന്നെ കഴുകി. പിന്നെ ഞാൻ അടുക്കള വശത്തുള്ള ജനലൊക്കെ തുടച്ചു, ആ സ്ലാബെല്ലാം തുടച്ച് നീറ്റാക്കി ഇട്ടു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഈ വാഷ് ബേസിൻ ഒന്ന് വൃത്തിയാക്കുക എന്നുള്ളതാണ്. ഈ വാഷ് ബേസിനും ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് തന്നെ ചീത്താവാറുണ്ട്. പിന്നെ അത് നന്നായിട്ട് സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്ത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തു. അത് കഴിഞ്ഞത് അവിടെയുള്ള മിററും നല്ലപോലെ തുടച്ച് നീറ്റാക്കി. അപ്പോൾ ഇന്ന് ഞാൻ ഇത്രേ പണിയേ ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുളിക്കാൻ പോവാണ്. ഇനി കുഞ്ഞാവിടെ കാര്യം നോക്കണ്ടേ. അപ്പോൾ ഞാൻ കുളിച്ച് വന്നു. കുഞ്ഞാവേനെ ഞാൻ എടുത്തു. അവനിതാ എൻ്റെ കാതിലെ കമ്മലൊക്കെ ഇങ്ങനെ പിടിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ. ഇനി എനിക്ക് ഇവൻ്റെ പിറകിലുള്ള കുറേ ഡ്യൂട്ടീസാണ്. അപ്പോൾ ഇനിയാണ് ചേട്ടൻ്റെ മെയിൻ പണി. അപ്പോൾ അതാ ചേട്ടൻ ഇപ്പോൾ തന്നെ ഏകദേശം 9 മണിയായിട്ടോ. അത് തുണിയൊക്കെ നനയ്ക്കാൻ പോകുന്നേ ഉള്ളൂ. തുണി നമുക്ക് ഒരു ലോഡ് തുണി ഉണ്ടായിരുന്നു. എവിടെ നിന്നാണ് ഇത്രയും തുണിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇനി ചേട്ടൻ തുണി നനച്ച് വന്നിട്ട് പിന്നെ തൂത്ത് തുടച്ച് വരുമ്പോൾ ഒരു സമയമാവുമല്ലോ എന്ന് കരുതി ഞാൻ തന്നെ പിന്നെ തൂക്കാമെന്ന് കരുതി. പിന്നെ കുഞ്ഞിനെ ആ കസേരയിലിരുത്തി കളിക്കാനൊക്കെ വെച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് തൂത്തൊക്കെ ഇറക്കി. പിന്നെ 2 പേര് ഒന്നിച്ച് ചെയ്ത് പെട്ടെന്ന് കഴിയുമായിരുന്നു ജോലി. പക്ഷേ നമുക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിനെ എടുക്കാൻ പറ്റില്ലല്ലോ. 2 പേരും വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വൃത്തിയില്ലാതായി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനെ നമുക്ക് എടുക്കാൻ ഒരു മര്യാദയില്ല. അതുകൊണ്ടാണ് ചേട്ടൻ ചെറിയ പണികളായിട്ട് അത്രയും നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. പിന്നെ ചേട്ടന് ശരിക്കും പണിയുണ്ടായിരുന്നു കേട്ടോ. കിച്ചൺ ഒരു കുളമായി കിടന്നു. ഞാൻ ജസ്റ്റ് ആ കബോർഡുകളും സ്ലാബും മാത്രമേ തൂത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്തു നിന്നൊക്കെ വലിച്ചിളക്കിയിട്ട് ന്യൂസ് പേപ്പറുകൾ, ചവറുകൾ, പിന്നെ ഫ്രിഡ്ജ് തുടച്ചതിൻ്റെ വേസ്റ്റുകൾ, അങ്ങനെ ശരിക്കും വേസ്റ്റ് ഉണ്ടായിരുന്നു. ചേട്ടൻ അതെല്ലാം ഒരു വിധത്തിൽ കൊണ്ട് ഡിസ്പോസ് ചെയ്തു. പിന്നെ ഞാനതൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ കുഞ്ഞാവയുടെ പിറകിലായിരുന്നു. അവന് ഫുഡ് കൊടുത്ത് അവനെ മേലെ എഴുതി ഉറക്കാനുള്ള പണിയായിരുന്നു. പിന്നെ പിന്നെ നമ്മൾ 2 പേരും കുളിച്ച് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ എണീച്ചിട്ടാണ് ചേട്ടൻ വീട് ഫുള്ള് തുടച്ച് ക്ലീനാക്കി. അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ 16-ാം തീയതിത്തെ ഫുൾ ജോലി എന്ന് പറഞ്ഞാൽ നനപ്പായിരുന്നു. ഒരു 4 ബക്കറ്റ് തുണി ഞാൻ നനച്ചിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ് ഇത്രയും തുണി വരുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാൻ ഡെയിലി നനയ്ക്കാറുമുണ്ട്. എന്നാലും തുണികൾക്ക് ഒരു കുറവുമില്ല. കുഞ്ഞാവേടത് തന്നെ ഞാൻ 2 ദിവസം കുടുംബം നനയ്ക്കും. പക്ഷേ ഒരു ബക്കറ്റ് തുണി 2 ദിവസത്തിനുള്ളിലാവും. അപ്പോൾ പിന്നെന്താണ്, ആ സമയത്ത് ചേട്ടൻ ജോലിക്ക് പോയി. ഞാൻ കുഞ്ഞാവിനെ ഉറക്കിയ സമയത്താണ് ഞാൻ നനച്ചത്. അപ്പോൾ വിരിക്കാൻ വേണ്ടി മോളിൽ കയറാൻ നേരത്ത് അപ്പുറത്തെ ഒരു കുട്ടിയുടെ അമ്മ അവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അവർ ഭയങ്കര കമ്പനിയാണ്, നല്ലൊരു ഉമ്മയാണ് കേട്ടോ. ഉമ്മേനെ ഞാൻ കൂട്ടി വിളിച്ചിരുത്തിയിട്ടാണ് ഞാൻ പോയി വിരിക്കാനൊക്കെ പോയത്. അപ്പോൾ ഇതാ വന്ന് അടുത്ത സെറ്റ് നനച്ചു. അത് കഴിഞ്ഞിട്ട് അവൻ്റെ കളിപ്പാട്ടങ്ങളെല്ലാം തറയിലൊക്കെ ഇട്ട് ആകെ അലങ്കോലമായിരുന്നു. ഞാൻ പിന്നെ അതെല്ലാം ഡെറ്റോൾ വെള്ളത്തിൽ മുക്കി വെച്ചു. പിന്നെ ഈ ഡൈനിങ് ടേബിൾ ഞാൻ ഇതാ പുറത്തോട്ട് കൊണ്ടിട്ട് നല്ലപോലെ സ്ക്രബ്ബർ ഇട്ട് തേച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ ബോർഡേഴ്സിൽ ഒരു ഡിസൈൻ വരുന്നത് കൊണ്ട് അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ എപ്പോഴും ഫുഡിൻ്റെ ഇതൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കും. അപ്പോൾ നമ്മൾ തുടച്ചാലും അത്ര നല്ല ക്ലീൻ ആവത്തില്ല. അതുകൊണ്ട് ഞാൻ പുറത്ത് കൊണ്ടിട്ട് അതിനെ കഴുകിയെടുത്തു. പിന്നെ നമ്മൾ ഈ തുടച്ച സമയത്തൊക്കെ തൊട്ടിൽ പൊടിയൊക്കെ അടിച്ച് മോശമായി കിടക്കണമല്ലോ എന്ന് കരുതി ഞാൻ പിന്നെ തൊട്ടിൽ മാറ്റി കെട്ടി.
ഇതിനിടയ്ക്ക് കുറേ പണികളുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എല്ലാം അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, സമയമായിപ്പോയത് കാരണം എല്ലാം പെട്ടെന്ന് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചേട്ടൻ വന്നു, ചേട്ടനും ശരിക്കും പണിയുണ്ടായിരുന്നു. വന്നിട്ട് വീണ്ടും വീട് ഒന്നും കൂടെ തുടച്ച് വൃത്തിയാക്കി. കാരണം രാവിലെ സമയമില്ലാത്ത സമയത്ത് പെട്ടെന്ന് തുടച്ചുകൊണ്ട് ഒന്നും കൂടെ തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ഒന്നും കൂടെ തുടച്ചു. പിന്നെ അടുക്കളയിൽ കുറേ പണി കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. ഇന്നത്തെ കുക്ക് ചെയ്തതിൻ്റെ ബാക്കി പാത്രങ്ങൾ കഴുകാനും, കാരണം എനിക്ക് തന്നെ ഇന്ന് ഫുള്ള് നനയ്ക്കാനുള്ള പണിയായതുകൊണ്ട് എനിക്ക് പാത്രങ്ങൾ കുറച്ചൊന്നും കഴുകാൻ പറ്റിയില്ല. അങ്ങനെ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, ബാക്കി തുടച്ച് തൂർത്ത് വൃത്തിയാക്കാനൊക്കെ അടുക്കളയിൽ പണിയുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാനും കുഞ്ഞാവേനെയൊക്കെ കുളിപ്പിച്ചു, വിളക്കെല്ലാം തേച്ച് മിനുക്കി വൃത്തിയാക്കി. പിന്നെ വിളക്കെത്തിക്കലെല്ലാം സെറ്റായി കഴിഞ്ഞപ്പോൾ ചേട്ടൻ പിന്നെ ഇന്നത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് കളഞ്ഞ് കുളിച്ച് വൃത്തിയായി വന്നു. അങ്ങനെ നമ്മളിതാ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് രാമായണം ബാക്കിൽ പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ടി വിയിൽ രാമായണം പ്ലേ ചെയ്തു. എന്നിട്ട് നമ്മളിതാ 3 പേരും വിളക്കൊക്കെ കത്തിച്ചു. ഇതുപോലൊരു മനസ്സിന് സമാധാനവും സംതൃപ്തിയും സന്തോഷവും കിട്ടിയൊരു മൊമെൻറ്റ് വേറെയില്ല. അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. കാരണം നമ്മൾ ഇത്രയും ചെയ്തിട്ട് കാരണം എപ്പോൾ നോക്കിയാലും വീട് അലങ്കോലമായിട്ടേ കിടക്കും. നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും പിന്നെയും അലങ്കോലമാവും. കാരണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എടുത്തെടുത്ത് വയ്ക്കില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും അങ്ങനെ തന്നെ. ഞാനും അങ്ങനെ തന്നെയാണ്, ചേട്ടനും അങ്ങനെ തന്നെയാണ്. പിന്നെ കുഞ്ഞിന് കളിക്കാൻ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കൊടുത്ത് അങ്ങനെ ഒക്കെ മൊത്തം അലങ്കോലമായിട്ട് എപ്പോഴും കിടക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് നീറ്റാക്കി സന്ധ്യയ്ക്ക് ആ ഒരു വിളക്കൊക്കെ നല്ലപോലെ തേച്ച് മിനുക്കി കത്തിച്ച് ഒന്നും പറയണ്ട, ഭയങ്കര ഒരു മനസ്സിനൊരു റിലാക്സേഷനാണ്. കർക്കിടകത്തിൽ സാധാരണ ഞാൻ എൻ്റെ കല്യാണത്തിന് മുമ്പുള്ള 2 വർഷവും കല്യാണം കഴിഞ്ഞിട്ടുള്ള 2 വർഷവും ഞാൻ കർക്കിടകത്തിൽ രാമായണം വായിച്ചിരുന്നു കൃത്യമായിട്ട്. പക്ഷെ കഴിഞ്ഞ വർഷം ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തറയിലൊന്നും ഇരുന്ന് വായിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ രാമായണം വായിച്ചില്ല. ഇപ്രാവശ്യവും നമ്മളിവിടെ ആയതുകൊണ്ട് രാമായണം വായിക്കലൊന്നും നടന്നില്ല. ഇവിടെ നമുക്കതിനുള്ള സമയവും അതുപോലെ തന്നെ കുഞ്ഞാവേനെ വെച്ചുകൊണ്ട് എനിക്ക് വായിക്കാനൊന്നും അങ്ങനെ നമ്മൾ വായിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീർക്കണം എന്നാണല്ലോ. അപ്പോൾ അത് നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഇപ്രാവശ്യവും പറ്റില്ല. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ടി വിയിൽ KS ചിത്രയുടെ രാമായണ പാരായണമൊക്കെ ഇട്ടു. എന്നിട്ട് നമ്മളിതാ ചേട്ടൻ എല്ലായിടത്തും എല്ലാ മുറികളിലുമൊക്കെ പുകയ്ക്കുവാണ് കേട്ടോ. നല്ലപോലെ കൊതുകിൻ്റെ ശല്യമുണ്ട്. മാത്രമല്ല നമ്മൾ ഈ പുകയ്ക്കുമ്പോൾ വീടിന് പ്രത്യേക ഒരു വൈബാണ് കേട്ടോ, നല്ലൊരു പോസിറ്റീവ് വൈബാണ്. അങ്ങനെ നമ്മൾ വീടെല്ലാം നന്നായിട്ട് പുകച്ചു. എന്നിട്ട് ഞാൻ ശിവാഷ്ടോത്ര നാമാവലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞാവ് അവിടെ കിടന്ന് ഭയങ്കര അക്രമം. ഞാൻ അവന് കയ്യിൽ ഓരോന്ന് ശാമ്പ്രാണിയുടെ കവറൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്, അതൊന്നും അവന് പോരാ. അപ്പം ഞാൻ കുഞ്ഞാവിനെ കൂടെ ഇരുത്തി നാമമൊക്കെ പറയിപ്പിച്ചു. അവൻ മിണ്ടാതിരിക്കുന്നതേ ഇല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വാശിയൊക്കെ ഉണ്ടായിരുന്നു. ഉറക്കം വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെയോ പിടിച്ചിരുത്തി കുറച്ച് പൂക്കളൊക്കെ എടുത്ത് കൊടുത്ത് അതൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ രാമനാമമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് കുറേ നാളായിട്ട് മുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ഇനി മുടങ്ങാതെ ചെയ്യണം എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എത്രയൊക്കെ പറയാനും നമ്മളെ വിളക്ക് വെച്ച് സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് രാമനാമം പറയുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സിൻ്റെ സമാധാനം അതൊരു വേറെ തന്നെയാണ്. പ്രത്യേകിച്ച് വീട്ടിൽ എന്തോ ഒരു ഐശ്വര്യം, ഒരു പോസിറ്റീവ് ഫീലിംഗ് വരും. അപ്പം ഞാൻ നമ്മുടെ വീട്ടിലെ ചേട്ടനെ എല്ലാം അടിച്ചു കളഞ്ഞു. നമ്മുടെ ഭഗവതി നമ്മളെ വീട്ടിലെത്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടി പൂജ, ഒരു റൂമെന്ന് പറയാൻ പറ്റില്ല, ഒരു കുട്ടി പൂജ ഏരിയ. അപ്പോൾ നമ്മൾ മീഷോയിൽ ഒരു പൂജാ സ്റ്റാൻഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് എത്തിയില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തു. വെള്ളായണി അമ്മയും കൃഷ്ണനും രാധയും ഒരു കുട്ടി കൃഷ്ണനുമായിട്ട്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ റിസൾട്ട് ഇതായിരിക്കുന്നു. കണ്ടോ, ഈ റൂം എങ്ങനെ കിടന്നതാണ്, ഇത്രയും ഇങ്ങനെ നീറ്റായി കണ്ടപ്പോൾ ഭയങ്കര ഒരു ഹാപ്പിയാണ് കേട്ടോ. ഇനിയെങ്കിലും ഈ റൂം ഇങ്ങനെ തന്നെ ഇടണം എന്നാണ് നമ്മൾ ആഗ്രഹം. അപ്പോൾ ഇങ്ങനെയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂമും നമ്മൾ നല്ല ഷീറ്റൊക്കെ വിരിച്ച് സെറ്റ് ചെയ്തെടുത്തു. എൻ്റെ മേക്കപ്പ്, നമ്മുടെ ഡ്രസ്സിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി നീറ്റാക്കി എടുത്തു. നീറ്റായെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത്രയും സാധനങ്ങൾ ഇതിൻ്റെ മുകളിൽ വെച്ചാലേ പറ്റുള്ളൂ കേട്ടോ. കുറച്ച് സ്പേസ് കുറവായതുകൊണ്ടാണ് അങ്ങനെ എല്ലാം കൂടെ കുത്തിക്കയറ്റി വെച്ചേക്ക് ഇങ്ങനൊക്കെ ഫീൽ തോന്നുന്നത്. അത്യാവശ്യം നീറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാളിൻ്റെ ഫസ്റ്റ് ലുക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയുണ്ട്. ഇങ്ങനെ ഇട്ട് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് നമ്മുടെ കിച്ചണും അടിപൊളിയായില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഉറപ്പായിട്ടും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.